എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതായത് ചെറുപയറാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് ചെറുപയർ. പിന്നെ ഇതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. അതായത് ഒരു ചെറുപയർ കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറയുമ്പോൾ ഇതിന് മധുരമുള്ള ഒരു കഞ്ഞി, ഒരു മധുരക്കഞ്ഞിയാണ്. അപ്പോൾ ചെറുപയറും ശർക്കരയുമാണ് പ്രധാനമായിട്ട്. പിന്നെ നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. പക്ഷേ ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ ചുക്കും ജീരകം പൊടിച്ചതോ ഒന്നും ചേർക്കണ്ട. അല്ലാതെ തന്നെയാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് മുമ്പ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മുമ്മയും മുത്തശ്ശനും ഒക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. ഒരു മധുരമുള്ള വിഭവമാണല്ലോ. പിന്നെ ചെറുപയർ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വരും നമ്മുടെ വീഡിയോയിലേക്ക്. ചെറുപയർ ഒരു 1/4 കപ്പ് 2-3 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അതുകൊണ്ട് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുത്തിയാൽ മതിയാവും. അപ്പോഴത്തേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും. 2 വിസിൽ കഴിഞ്ഞ് പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതിയാവും. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഉരുക്കിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും കല്ലോ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിപ്പയിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് വേണം വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. കുക്കർ ഇവിടെ ഓപ്പൺ ചെയ്തു. നല്ലപോലെ കുറച്ച് വെള്ളമുണ്ട് ഇതിനകത്ത്, കുഴപ്പമില്ല. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതൊരു പയർ കഞ്ഞിയാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം പോലെയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും കളയണ്ട. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ശർക്കര പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇവിടെ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ മധുരം ഇത്രയും ഈ 1/4 കപ്പ് ശർക്കര ചേർത്തപ്പോൾ തന്നെ ഇതിന് നല്ല മധുരമുണ്ട്. പിന്നെ ഒന്നിളക്കി കൊടുത്തു. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഒരല്പം ഒന്ന് തിളച്ച് ഈ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ചോട്ടെ. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒന്ന് ഈ അധികം ലൂസായിട്ടുള്ള ഇതല്ല, ഒന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. നല്ല മധുരമുള്ള പയറ് കഞ്ഞിയാണ്. കണ്ടോ, ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെയ്യ് അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിൽ അല്ലാതെ വേറെ ഫ്ലേവറുകൾ വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. അതായത് ഏലക്കാപ്പൊടിയോ ചുക്കും ജീരകത്തിൻ്റെ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നെയ്യ് മാത്രമല്ല, അല്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പയർ കഞ്ഞി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഞാനുണ്ടാക്കിയ മധുര ചെറുപയർ കഞ്ഞി കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആരോഗ്യത്തിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന സാധനമാണ്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.